ഒരു വീട് പണി പറഞ്ഞ ഒരു ക്ലയന്റിന് എപ്പോഴും അവരുടെ ഒരു ഡ്രീമാണ്. അപ്പൊ ആ ഡ്രീം നമ്മൾ ആർക്കിടെക്റ്റിന് പല സംഗതികൾ ഡിസൈൻ ചെയ്യാനുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാവും. അതൊക്കെ നമ്മൾ അടിച്ചേൽപ്പിക്കേണ്ട ഒരു സ്ഥലമല്ല നമ്മുടെ ക്ലയന്റിന്റെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളത് യാമയുടെ ഡയറക്ടർ ആയിട്ടുള്ള അനീസ്കയാണ്. അനീസ്ക, നമസ്കാരം. നമസ്കാരം. നിങ്ങളുടെ പ്രൊജക്റ്റുകൾ, ഓരോ പ്രൊജക്റ്റ് കാണുമ്പോഴും അതിൽ വ്യത്യസ്തമായിട്ട് നമുക്കൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാനുള്ള കണ്ടന്റ് അതിലുണ്ടായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള പ്രൊജക്റ്റുകൾ ഇപ്പം ഏകദേശം എത്ര പ്രൊജക്റ്റുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്ന് ഏകദേശം കണക്കുണ്ടോ? നമ്മൾ നിയറിംഗ് 350 പ്രൊജക്ട്സിലേക്ക് എത്തുകയാണ്. 350 പ്രൊജക്റ്റുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീടൊക്കെ വരുന്ന സമയത്തിന്റെ ഒരു കൗണ്ടൊക്കെ അങ്ങനെ പ്രൊജക്ട് നമ്പർ നിയർലി ഒരു 290-290 പ്രൊജക്ടുകളൊക്കെ സമയത്താണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ വീട്ടിലേക്ക് വരുന്ന സമയത്ത് കുറച്ചുകൂടെയും ഒരു ട്രോപ്പിക്കൽ എലമെന്റുകൾ ഉണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ വിൻഡോസ്, എയറൊക്കെ നല്ല രീതിയിൽ വീടിനകത്തേക്ക് കയറുന്ന രീതിയിൽ, വീടിനകത്തുള്ള ടോൺ ആണെങ്കിലും കുറച്ചുകൂടെയും ഒരു എർത്തി, ഇവിടെയൊക്കെ ആണെങ്കിലും മൊത്തത്തിലൊരു എർത്തി ടോൺസ്, പെബിൾസ്, കോട്ടി ആർട്സ്, ആ ഒരു വൈബാണ് ഇവിടെ പിടിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഈ ഒരു പ്രൊജക്ട് ഓൺ ആവുന്നത്, അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് നമ്മുടെ പ്രേക്ഷകരായിട്ട് ഷെയർ ചെയ്യാൻ പറ്റും? തീർച്ചയായിട്ടും. ക്ലയന്റിന്റെ പേര് റമീസ് ആണ്. പുള്ളി ഒരു ക്ലയന്റ് എന്നതിൻ്റെ അപ്പുറം നമുക്കൊരു സുഹൃത്തു കൂടിയാണ്. അപ്പം പുള്ളി നേരിട്ട് നമ്മൾ കാണുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നായിരുന്നു നന്നായിട്ട് വെന്റിലേഷൻ ഉള്ളൊരു വീടായിരിക്കണം, നല്ല കാറ്റും വെളിച്ചമൊക്കെ വരണം എന്നൊക്കെ ആയിരുന്നു അയാളുടെ ബേസിക് റിക്വയർമെന്റ് ഉണ്ടായിരുന്നത്. അപ്പം സൈറ്റ് വന്ന് കണ്ടപ്പോഴാണ് ഇതൊരു വയൽ പ്രദേശം കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു സ്ഥലത്തിനോട് നമ്മൾ നീതി കാണിക്കുകയാണെങ്കിൽ അതുപോലത്തെ ഒരു ഡിസൈൻ തന്നെ ഇതിന് കൊണ്ടുവരണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇരിക്കുന്ന സ്പേസ് അടക്കമുള്ള ഭാഗങ്ങൾ നമ്മൾ പരമാവധി വെളിച്ചവും കാറ്റെല്ലാം വരുന്ന രീതിയിലാണ് ഇതിനെ ഡിസൈനിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. 3 ആൺകുട്ടികളാണ് റമീസ് കാക്കുള്ളത്. അവരുടേതായ റിക്വയർമെന്റ്സ് ഒക്കെ ഉള്ള പിള്ളേരാണ്. അപ്പം അവരുടെ ഒക്കെ ആഗ്രഹങ്ങൾ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഇതിന്റെ കളർ തീം ആണെങ്കിലും എല്ലാം നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ളത്, സെറ്റ് ചെയ്തിട്ടുള്ളത്.